രേണുസുധീൻ്റെ ഇൻ്റർവ്യൂ കേട്ടപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണേ. എന്നാ അറിയാം ചോദ്യം എന്താ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിൻ്റെ അടുക്കുന്നത് ഗർഭിണിയായിട്ടുണ്ടോയെന്ന്. സത്യം പറയാം എൻ്റെ പൊന്നു മക്കളെ, ഇത് പലരും ചോദിച്ച ചോദ്യമാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടിയിൽ വന്നിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട്. അടിച്ചിട്ടില്ലായിരുന്നു മോന്ത തിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക. എന്തൊരു ദുരന്താണോ നിങ്ങളൊക്കെ എന്തൊരു ദുരന്ത മനുഷ്യന്മാരാണ്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, കുറേ നാളായിട്ട് ഈ ശല്യം ഇല്ലായിരുന്നായിരുന്നു. ഇപ്പോഴും വീണ്ടും തുടങ്ങിയിരിക്കുക കുറേ ചാനലുകാരെ. ഓയ് ഞാൻ റെഡി. ബിഗ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ രോഗികളില്ലേ, അവരൊക്കെ പുച്ഛിക്കുകയാണ് ഇവർ ചെയ്യുന്നതെന്ന് ഞാൻ പറയുള്ളൂ. എത്ര വീട്ടുകാരാണെന്നറിയാം പട്ടിണി കിടക്കുന്നത്, മരുന്ന് പണിക്കാൻ പൈസ ഇല്ലാണ്ട്. എത്ര ആൾക്കാർ എന്ന് പറയുന്നത് ഉണ്ടെന്ന് നടന്ന്. ഇവർക്ക് സൗകര്യങ്ങൾ കൂടിപ്പോയി. കാരണം എന്താ പറയുക, AC എന്ന് പറയുമ്പോഴേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഏജൻറ്റ്, പിന്നെ മറ്റേ DC എന്ന് പറയുമ്പോഴേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഏജൻറ്റ്, കറണ്ട് പോകുന്നതെന്ന് പറയുമ്പോഴേക്ക് സോളാറ്, പിന്നെ ആ പാവം സുധീൻ്റെ പേരിൽ നല്ല വീട്. ഇതൊക്കെ കിട്ടിയപ്പോൾ ഇവർക്ക് അങ്ങ് കണ്ണ് മഞ്ഞളിച്ചു പോയി. സത്യം പറയാലോ, അവിടുന്ന് കുറച്ചൊക്കെ സ്നേഹം ഉണ്ടായിരുന്നേ. പക്ഷേ ഈ ഇന്നലത്തെ ഇൻ്റർവ്യൂ കണ്ടതിനോട് കൂടിയിട്ട് എനിക്ക് തോന്നിയാൽ എന്താ അറിയാം, ഇവർക്കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖം വെച്ചിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഭാര്യ കൂട്ടുക ഇതാ ചെയ്യുന്നത്. അല്ലാതെ ഇന്നലെ വന്നിട്ട് ഇങ്ങനെയുള്ള പ്രഹസനങ്ങളെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അത് എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കേ ചോദിക്കുക, മറ്റേ രേണുസുധി ഗർഭിണിയായിരുന്നോ, രേണുസുധി കിച്ചുവിൻ്റെ നാണ ഉളുപ്പുണ്ടോ അവിടെ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അത്രമാത്രം ഇതുമായിപ്പോയായിരുന്നു. അല്ല, ഇമാതിരി ചോദ്യം ചോദിക്കുന്ന ആൾക്ക് വിവരമില്ല, കേട്ടിരിക്കുന്നവന് വിവരമില്ല, ഇത് പിടിക്കുന്ന ക്യാമറക്കാരന് തീരെ വിവരമില്ല. അമ്മാതിരി കൂറ ചോദ്യങ്ങൾ അത്രേ പറയാനുള്ളൂ. ചോദ്യങ്ങൾ അതിൻ്റെ മുമ്പിൽ പോയിട്ട് എന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ബിഗ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ക്യാൻസർ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വരാം. അതിന് ഇങ്ങനെ പ്രഹസനങ്ങൾ വേണ്ട. എന്നിട്ട് കുറേ നാളായിട്ട് ഈ ശല്യം ഇല്ലായിരുന്നാണ്. കുറേ നാളായിട്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല, ആരും ഇതാക്കലുമില്ല. അപ്പോൾ തോന്നി, അയ്യോ എന്നെയാരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എങ്ങനെയെങ്കിലും ആരെങ്കിലും വിളിച്ചൊരു ഇൻ്റർവ്യൂ കൊടുക്കാം, അതിൽ കുറച്ച് വിവാദം ഉണ്ടാക്കാം. ആ ചെറുക്കൻ എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചോട്ടല്ലേ. ആ ചെറുക്കൻ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കച്ചവടവും കാര്യങ്ങളിലായിട്ട് ഒന്ന് നന്നാകാൻ നിന്നിട്ടുമുണ്ട്. അപ്പോൾ ആ ചെറുക്കൻ നന്നാകുമ്പോഴെന്ന് പറഞ്ഞാൽ ഇത് നല്ല ചൊറിച്ചലാ. ആ ചെറുക്കൻ നന്നാകുന്നതിൻ്റെ ചൊറിച്ചലാ, അസൂയ, കുശുമ്പ് ഇത് തന്നെയാണ്. അല്ലാതെ രാഹുൽ ദാസ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? ആ ചെറുക്കൻ്റെ അച്ഛൻ്റെ മുതൽ തന്നെയല്ലേ ഇത്. ആ ചെറുക്കൻ ഡീസൻ്റ് ആയതുകൊണ്ട് ആ ചെറുക്കൻ ഇങ്ങോട്ട് വരുന്നില്ല. ഇല്ലെങ്കിൽ ആ ചെറുക്കൻ്റെ ആ ചെറുക്കൻ ഒരു റൂം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വേറെ എവിടെയെങ്കിലും പോയി കിടക്കേണ്ടി വരില്ലേ. എന്നിട്ട് ആ ചെറുക്കനെ പറയുന്നതായിരുന്നു, അത് എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, എന്തോ ചെയ്തോട്ടെ എന്ന് വെക്കുമല്ലാതെ ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുക. ഓരോ ആൾക്കാരടിക്കും വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ ഇങ്ങനെ കൈകാട്ടി വിളിക്കുകയാണ്. അല്ല, നിങ്ങൾ ഒരു കാര്യം പറയുക, ഇന്നലെ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഇൻ്റർവ്യൂ? ആർക്ക് വേണ്ടിയിട്ടാണ് ആ ഇൻ്റർവ്യൂ? ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? അതായത് സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും കാണുന്നില്ല, രേണുസുധീൻ്റെ പേരൊന്നും ആരും പറയുന്നില്ല. അതുകൊണ്ട് ഏതായാലും ഒരു കാര്യം ചെയ്യാം, എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ കുറേ ആൾ തെറി വിളിച്ചോളും, കുറേ ആൾ ഇത് കേട്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഇതായിക്കോളും, കുറേ ആൾ എടുത്തങ്ങ് കൊടുത്തോളും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തൂടെ? അതായത് എന്നാ പറയേണ്ടത്, മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ എന്നെ തെറി വിളിച്ചോ എന്നായിക്കൂടെ? അതായത് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എടപ്പാളുകാരൻ സന്ദീപ് എന്തോ ഇല്ലേ, ആ കേസും കാര്യങ്ങളൊക്കെ കൊണ്ട് ആൾക്കാരൊക്കെ വിചാരിച്ചു ഇനി വേണ്ട വിട്ടുകളയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോഴും നമ്മൾ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് വെറുതെ എന്തിനാണ്, അതുകൊണ്ട് ഇനിയിപ്പോഴും ആ ഒരു സംഭവം വേണ്ട എന്ന് കരുതിയിട്ട് എല്ലാവരും ഒന്ന് പുറകോട്ടടിച്ചാണ്. ഈ പുറകോട്ടടിച്ചപ്പോൾ രേണുസുധിക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു എട്ടിൻ്റെ പണിയാണ് കിട്ടിയത്. കാരണം രേണുസുധീൻ്റെ ഈ വ്ളോഗ് കാണാൻ ഒരു മനുഷ്യന്മാരില്ല. അതുമാത്രമല്ല, രേണുസുധീൻ്റെ വിശേഷം എന്ന് പറഞ്ഞിട്ട് ഏതൊരു സജീനി അങ്ങാറ്റ 2 വീഡിയോ ഇടുന്നേ. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ വന്നത് 400 വ്യൂസും ഫേസ്ബുക്കിൽ വന്നത് 1200 വ്യൂസും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വേറെ ഏഡിയോ വന്നത് 1500 വ്യൂസുമാണ്. അപ്പോൾ ഇതൊന്നും കൊണ്ട് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് രേണുസുധിക്കും അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നതെന്നറിയാം, ഏതായാലും ഒരു കാര്യം ചെയ്യുക, ഏതെങ്കിലും ഒരുത്തനുമായിട്ട് ഒരു ഇൻ്റർവ്യൂ അങ്ങ് പങ്കെടുക്കാം. ആ ഇൻ്റർവ്യൂവിൽ ഇതുപോലെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങ് ഇളകിയിട്ട് അങ്ങ് ഇതാക്കും. കഷ്ടം സഹോദരി, കഷ്ടം എന്നേ പറയാനുള്ളൂ. അതായത് ഇങ്ങനെയൊന്നും തരം താഴരുത്. പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇതിലും നല്ലതെന്ന് പറഞ്ഞാൽ ഇവിടെ ഹോട്ടൽ പണിയെടുത്തിട്ട് ആൾക്കാർ ജീവിക്കുന്നില്ലടോ. ഹോട്ടലിൽ പ്ലേറ്റ് കഴുകിയിട്ട് ജീവിക്കുന്നില്ല, അത് അവർക്ക് അന്തസ്സുണ്ടായിരുന്നു. പക്ഷേ ഇമാതിരി കൂതറ ചോദ്യം ചോദിക്കുന്ന ഒരുത്തിയുടെ മുമ്പിൽ വന്നിരുന്നിട്ട്
ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകും. അപ്പോൾ ആർക്കൊക്കെയോ വേണ്ടിയിട്ട്, ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി കുറേ ഡയലോഗുമായിട്ട് വന്നിട്ട് ആ ചെറുക്കനെ ഞാൻ വിടത്തില്ല, ആ ചെറുക്കനെ ഇതാക്കത്തില്ല, ആ ചെറുക്കൻ എന്ത് ചെയ്യാനാണ്, അവൻ അവൻ്റേതായ രീതിയിൽ പോയിട്ട് ജീവിക്കുന്നത്, പൈസ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ രേണുവിന് ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ തെറിവളിച്ചു പോയിട്ട് അവന് ഭയങ്കര ആൾക്കാർ, രേണുവിൻ്റെ വീട്ടുകാരെല്ലാം അഴുക്ക്, ഈ രാഹുൽ ദാസിൻ്റെ വീട്ടുകാരെല്ലാം നല്ലത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ വരുന്നില്ലേ, രേണു കുറച്ച് സ്നേഹമുണ്ടായിരുന്നു, ഇപ്പോൾ ആ സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നില്ലേ. അതെന്തുകൊണ്ടാണ്? ഉള്ള സ്നേഹങ്ങളെല്ലാം കളഞ്ഞു കുളിച്ചത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ തന്നെയല്ലേ. നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചേർക്കാനിട്ടിട്ട് പള്ളു പറയുമ്പോൾ ഒന്നും വേണ്ട. ആ ചോദ്യം ചോദിച്ച ആങ്കറിനോട് 2 എണ്ണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് എണീച്ചിരുന്ന് പെരുമാറിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ അന്തസ്സ് ഉണ്ടാവുമെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതാണോ ഒരു ചോദ്യം ചോദിക്കേണ്ടത്? ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ അമ്മമാരെയും രേണു പറയിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതോ യൂട്യൂബർ പറഞ്ഞതാണെന്ന്. അതുകൊണ്ട് പോയിട്ട് അയാളുടെ പേരിൽ ആക്ഷൻ കൊടുക്കുമല്ലേ വേണ്ടേ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ എന്തിനധികം പറയുന്നത്? ഇവിടെ ആ മീൻകാരി പെണ്ണ് പച്ചക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ചോദ്യം ചോദിച്ചിനാ. ആ പെണ്ണ് പച്ചക്കെ പറഞ്ഞിട്ട് ഏതോ ആശുപത്രി പോയിന്, അത് നടത്തീനി ഇത് നടത്തീനിന്ന്. എന്നിട്ട് എന്താ അതിനെ ചോദ്യം ചെയ്യാൻ പോയിനാ? ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്താ തീരുമാനിക്കേണ്ടത്? അതെന്ന് പറയുന്നത് ഉള്ള സംഭവം തന്നെയാണ്, അത് നടന്ന സംഭവം തന്നെയാണ് എന്നല്ലേ നമ്മൾ കരുതുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറൊന്നും കരുതൂലല്ലോ. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ കീമോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനവൻ്റെ വീഡിയോ ആയിട്ട് അവനവൻ്റെ കണ്ടൻറ്റുമായിട്ട് പോവുക. അല്ലാതെ ഒരു മനുഷ്യന്മാർ പോലും എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു കുഴപ്പവും പറയുന്നില്ല. ഇനിയിപ്പോഴും സുധീൻ്റെ വീട്ടുകാർ മുഴുവൻ ഇറങ്ങുന്ന എനിക്ക് തോന്നുന്നതാണ്. ആ ചെറുക്കൻ ഇനിയും ഇതുപോലെ പറയുകയാണെങ്കിൽ ആ അമ്മച്ചീൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട്, അവർ തനി സ്വരൂപം കാണേണ്ടി വരും. അവിടെ നിന്ന് ഇറക്കി വിടും. വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിക്കും മക്കൾക്കും മാത്രമേ അധികാരമുള്ളൂ. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതേ അധികാരം തന്നെ ആ ചെറുക്കനും ഉണ്ട്. ആ ചെറുക്കന് അധികാരമുണ്ട്, അവനവിടെ താമസിക്കുകയും ചെയ്യും. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കനെ ഊച്ചാളിയായിട്ട് അങ്ങ് ഭയപ്പെടുത്തി വിടാം. അല്ലെങ്കിൽ ഒരു കാര്യം അതിന് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ല. ഇപ്പം എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആ മിണ്ടാതിരിക്കുന്ന ഷെഫീന ബീബിയില്ല, അവർ ഇങ്ങനെ ചൊറിഞ്ഞ് ഇതാക്കണം. കാരണം ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞാൽ അവരെ ഏറ്റെടുത്തോളും. എന്നിട്ട് അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് അയ്യോ അന്ന ഷെഫീന ബീവി ഇങ്ങനെ പറഞ്ഞേ, അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതുവരെ പറഞ്ഞു റിയാക്ഷൻ വിത്ത് റിയാക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ താത്തയെ പൂട്ടി അടങ്ങും. അവളെ അങ്ങനെ പറയാൻ ഈ പറയുന്ന പുള്ളിക്കാരി ഉണ്ടല്ലോ, അതായത് ബിഗ് ബോസിൽ പോയ രേണുവിൻ്റെ കൂട്ടുകാരി, ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. ആ ശാരിക തന്നെ ഈ സ്ത്രീ വന്നിട്ട് ഈ രേണുവിനെ പറ്റിയിട്ട് പണ്ട് പറഞ്ഞ വാക്ക് നിങ്ങൾ ഈ നെറ്റിലടിച്ച് നോക്കിയാൽ മതിയായിരുന്നു. അന്ന് ഇവർക്ക് വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക, ഇവരുടെ ചാനൽ ഇതാകാൻ വേണ്ടിയിട്ട് വൃത്തികെട്ട ചോദ്യമാണെന്ന് ചോദിക്കാൽ ഈ രേണു സുധിയോട്. എന്നിട്ട് ഇപ്പോഴും വന്ന് പറയുന്നത് എന്താ അറിയാം, റിയാക്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആ ചാനൽ പൂട്ടിയിട്ട് മാത്രമേ ഇറങ്ങത്തുള്ളൂ. എല്ലാവരും എൻ്റെ പുറകെ തന്നെ ഉണ്ടാകണം. അങ്ങനെ നോക്കിയിട്ട് ഞാൻ നോക്കുമ്പോൾ എത്ര ആൾ പുറകെ ഉണ്ട് നോക്കുമ്പോഴേക്കില്ലേ 44 ആളങ്ങൻ്റെ പുറകെ ഉള്ളത്. ആകെ 44 ലൈക്കാണ് വന്നിരിക്കുന്നത്. എന്നിട്ടാണ് ഈ തിളക്കം നടന്ന്. ആരെങ്കിലും ഒരാളെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടം.